നമസ്കാരം. CPM റാന്നി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യുവിനെതിരെ ഗുരുതരമായ പീഡനാരോപണം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് യുവതിയുടെ പരാതി. യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ സംഭവം വിവാദമായി. അലനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി പാർട്ടി കൈകഴുകാൻ ശ്രമിക്കുന്നു. അലൻ മാത്യുവിനെതിരെ 1 മാസം മുൻപ് തന്നെ യുവതി പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. എന്നാൽ CPM ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇടപെടുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്തതിനാൽ അന്ന് കേസ് എടുത്തിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വന്ന പുതിയ ഡിവൈഎസ്പി കേസ് അന്വേഷിക്കാനായി എത്തിയ സമയത്താണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതേ തുടർന്ന് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റാന്നിയിൽ CPM ഡിവൈഎഫ്ഐ നേതൃത്വത്തെ നാണം കെടുത്തിയിരിക്കുകയാണ് യുവ നേതാവിനെതിരെയുള്ള ഈ പീഡനാരോപണം. നാടകീയമായ സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ്. തുടക്കം പ്രണയത്തിൽ. തൃശൂരിൽ ജോലി ചെയ്തിരുന്ന യുവതിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്ന അലൻ യുവതിയുടെ വിവാഹശേഷവും ബന്ധം തുടർന്നു. ഇതിനിടയിൽ ഭർത്താവുമായി പിരിഞ്ഞ യുവതി നാട്ടിലെത്തിയതോടെ ബന്ധം ശക്തമായി. നിയമപരമായി വിവാഹം കഴിക്കാനായി നോട്ടീസ് ബോർഡിൽ അപേക്ഷ വരെ സമർപ്പിച്ചിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് ചൂണ്ടിക്കാണിച്ച് അലൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. തന്നെ നിരന്തരമായി ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചെന്നും യുവതി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നു. നീതി ലഭിക്കില്ല എന്ന ആശങ്കയിൽ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ് വിവരം. ഇരുവരും ചേർന്നുള്ള സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും വലിയ ചർച്ചയായിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ നാണക്കേട് ഒഴിവാക്കാൻ അലൻ മാത്യുവിനെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. സജീവമായ സമരമുഖങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നേതാവ് തന്നെ പീഡനക്കേസിൽ കുടുങ്ങിയത് CPM ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെറും ഒരു പീഡന ആരോപണമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ യുവതിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെ നാൾവഴികളാണ് പുറത്തായിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ഗർഭിണിയാക്കുകയും പിന്നീട് കൈയൊഴിയുകയും ചെയ്തതോടെയാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 2024 ജൂൺ മാസത്തിന് ശേഷം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ യുവതിയെ അലൻ തന്റെ കാറിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു. 2025 മെയ് 18 കൊച്ചിയിലെ ഫ്രാൻസിസ് ഹെറിറ്റേജ് ഹോമിൽ വെച്ചും ജൂലൈ 8 വാഗമണിലെ ഐ ലവ് വാഗമൺ റിസോർട്ടിൽ വെച്ചും യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ 2026 ജനുവരി 1 ദിനത്തിൽ കരിമ്പാറയ്ക്കൽ റെസ്റ്റോറന്റിൽ വെച്ചും അലൻ യുവതിയെ പീഡനത്തിനിരയാക്കി. ഈ പീഡന പരമ്പരയ്ക്കിടയിൽ യുവതി ഗർഭിണിയായതോടെ അലൻ തന്റെ സ്വരൂപം പുറത്തെടുത്തു. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതോടെയാണ് യുവതി മരണത്തെക്കുറിച്ച് ചിന്തിച്ചത്. റാന്നി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യു സജീവ രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരുവിൽ സമരം നയിച്ച നേതാവ് തന്നെ ഇത്തരമൊരു ഹീനകൃത്യത്തിൽ അകപ്പെട്ടത് ജില്ലാ നേതൃത്വത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.